മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തലശ്ശേരി കണ്ണൂർ കോടതികളിൽ എനിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. കേസ് ഫയൽ ചെയ്തിരിക്കുക. പരാതിയല്ല, കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. സിവിലായും ക്രിമിനലായും ചില കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഞാൻ പി ശശിക്കെതിരെയും ADGP അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച വിഷയങ്ങൾ അതുപോലെ നിൽക്കുകയാണ്. ആ വിഷയങ്ങളിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയോ ആ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് പൂരം കലക്കിയ അല്ലെങ്കിൽ പൂരം കലക്കിക്കാൻ നേതൃത്വം നൽകിയ ADGP അജിത് കുമാർ ഒരു കസാരയിലേക്ക് മാറ്റിയെന്നതാണ്. മാത്രമല്ല, അതിൽ വലിയ കള്ളക്കളി ഗവൺമെൻറ് നടത്തിയത് ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് DGP നൽകിയ റിപ്പോർട്ട്. അദ്ദേഹത്തെ കൊണ്ട് അത് തിരുത്തിക്കാൻ ശ്രമം നടന്നു. അത് നടക്കാതെ വന്നപ്പോൾ അവസാനം ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചലനത്തിന് മാത്രം വിധേയമാക്കി. DGP കൊടുത്ത റിപ്പോർട്ടിൽ 3 അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു തൃശ്ശൂർ വിഷയത്തിൽ. അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുകയാണ്. വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന CPI ഒന്നും കാണാൻ പോലുമില്ല. കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു. ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഏത് വഴിക്ക് പോയി എന്ന് കേരളത്തിലെ ജനങ്ങളിപ്പോൾ അന്വേഷിക്കുകയാണ്. അതോടൊപ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് 150 കേസാണ് പോലീസ് പിടിച്ചതായിട്ട് റെക്കോർഡുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ കൊടുത്ത മൊഴിയിൽ അന്ന് പറഞ്ഞത് ഈ 150 പേരിൽ ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ട് ഇവർ ഈ സ്വർണം എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ എയർപോർട്ട് ക്രോസ് ചെയ്തു, എങ്ങനെ പോലീസ് പിടിച്ചു, എവിടേക്ക് കൊണ്ടുപോയി, എത്രയായിരുന്നു സ്വർണം, എത്രയാണ് കോടതിയിൽ കൊടുത്തത്, ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് പോയത്, ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. പത്രക്കാരായ നിങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒഫീഷ്യൽ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ സ്വത്തുവകകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. 2 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരന്വേഷണവും നടത്തിയിട്ടില്ല. എയർപോർട്ടിൽ രാത്രി 10 മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ തുറക്കാൻ പാടില്ല എന്ന അന്നത്തെ SP സുജിത് ദാസ് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷക്കാലത്തോളം ആ എയർപോർട്ട് പരിസരത്തെ കടകൾ മുഴുവൻ അടിപ്പിച്ച്, എയർപോർട്ട് നിങ്ങൾക്കറിയാം രാപ്പകൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട്. രാത്രി കാലങ്ങളിൽ നേരം വെളുക്കുന്നവരെ ഫ്ലൈറ്റ് ഉണ്ട്. 100 കണക്കിന് ജോലിക്കാരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്. ഇവരൊക്കെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. ഈ കടകൾ, ഹോട്ടൽസ് ഒക്കെ അടച്ചിരുന്നു. ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. റിദാൻ ബാസിൽ കേസ് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് ഇടവണ്ണ പോലീസിൽ അപ്ലിക്കേഷൻ കൊടുത്ത് കോടതിയിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു. മാമി കേസ് ഒരഡ്രസ്സും ഇല്ല. ചേലക്കര തെരഞ്ഞെടുപ്പിൽ DMK പിന്തുണക്കുന്ന സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ വലിയ വോട്ട് വരുന്നത് CPMൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? അവിടെ പാർട്ടി സഖാക്കൾ വന്ന നേതാക്കളോട് മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ്. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല? അല്ല, PV അൻവർ പറഞ്ഞത് കളവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്സ് PV അൻവറിനെതിരെ എടുത്തില്ല എന്നുള്ള ചോദ്യമുയർന്നു. ജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. പാലക്കാട് അതിൻ്റെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് CPMനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഈ പറയുന്ന തലശ്ശേരി കണ്ണൂർ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഞങ്ങളിതാ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? പി ശശി എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പ് PV അൻവർ ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇത് നടത്തുന്നത്. ആരാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ? അദ്ദേഹം വ്യക്തമാക്കട്ടെ. എന്താ വ്യക്തമാക്കാൻ മടി? PV അൻവറിന് പിന്നിലുള്ള കള്ളക്കടത്ത് സംഘമാരാണ്. ഒരാളെ പേര് പറയട്ടെ എന്ന്. ഇപ്പോൾ ഈ പറയുന്ന EP-യുടെ വിഷയം നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ആർക്കെങ്കിലും വല്ലതും പിടികിട്ടിയോ? എങ്ങനെയാണ് അദ്ദേഹം എഴുതാത്ത ജീവചരിത്രം പുറത്തു വന്നതെന്ന്
ആരാണ് സ്റ്റോറി ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാണ് സ്റ്റോറി ഉണ്ടാക്കിയത്? ഞാൻ അന്ന് തന്നെ പറഞ്ഞു, തൃശ്ശൂരിനെ പോലെ തന്നെ പാലക്കാട് BJP ജയിപ്പിച്ചു കൊടുക്കാമെന്ന കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന ശശിയും തന്നെയാണ്. അപ്പോൾ സരിനെ പോലെയുള്ളൊരു സ്ഥാനാർത്ഥി 10 വോട്ട് കിട്ടുന്നത് തടയാൻ അതിനേക്കൊരു വഴി തുറക്കുകയാണ്. EP-യുടെ ജീവചരിത്രം, EP-യെ പുറത്താക്കണം. EP-ക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവ വികാസം നമുക്കറിയാം. അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് EP-യിലേക്ക് ഇങ്ങനെ ഒരു ജീവചരിത്ര പുസ്തകം EP എഴുതിക്കൊണ്ടിരിക്കുന്നു. സരിൻ വലിഞ്ഞു കയറി വന്നവനാണ്. അത് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒന്ന്, സരിൻ്റെ അനുകൂലമായി വരുന്ന CPM വോട്ടുകൾ തടയാം. രണ്ടാമത് EP ജയരാജനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അതുകൊണ്ടാണ് ഇത് എവിടെയും എത്താതെ നിൽക്കുന്നത്. ഞാൻ ഈ വിഷയം ചേലക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാവിലത്തെ പത്രക്കാർ വന്ന് നിങ്ങളോട് മുഴുവൻ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. കാരണം ഇതിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. P ശശിയെപ്പോലെ ഉള്ള ഒരാളുടെ ഇടപെടലില്ലാതെ ഈ കാര്യം പുറത്തേക്ക് വരില്ല. എന്താ DC ബുക്സ് മിണ്ടാത്തത്? നിങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിച്ചല്ലോ. DC ബുക്സിന് മിണ്ടാൻ കഴിയില്ല. കാരണം ആ രീതിയിൽ ഇതിനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൊതുവായിട്ട് ഞാൻ ഈ പറഞ്ഞത് അടിവരയിടുകയാണ്. തൃശ്ശൂർ പൂരം കരക്കി അവിടെ ജയിപ്പിച്ചതുപോലെ സരിന് ചിഹ്നം പോലും കൊടുക്കാതെ സരിനെ നിർത്തി സരിന് കിട്ടാവുന്ന വോട്ടുകൾ കൂടി എങ്ങോട്ടേക്ക് എത്തണം? BJPക്ക് എത്തണം. ആ ഒരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്. ആ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവരുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ശ്രദ്ധ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്നലെ തൊട്ടുള്ള ചർച്ച എന്താ? ശശി കൊടുത്ത കേസാണ്. മറ്റത് മുങ്ങുകയാണ്. ഏത്? ഈ പറയുന്ന EP-യുമായി ബന്ധപ്പെട്ട വിഷയം മുങ്ങിപ്പോവുകയാണ്. ഈ രീതിയിൽ ഒരടിസ്ഥാനവുമില്ലാതെ കൊള്ളസംഘം, ആ കൊള്ളസംഘം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാർ തന്നെയാണ് ഈ കാട്ടുകള്ളനെന്ന് ഞാൻ വിളിച്ചില്ലേ, അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല. കൊള്ളസംഘം, ആ കൊള്ളസംഘം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിലല്ല, മുഖ്യമന്ത്രിയുടെ ആഫീസ് തന്നെയാണ് കൊള്ളസംഘം. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളാണ് ഇവിടെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും വരാൻ പോകുന്നത്.